കോഴിക്കോട് ചെറുവണ്ണൂർ സ്വദേശി രജിൻ ലാലും സോനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നം കണ്ടവർ, ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരുന്ന യുവദമ്പതികൾ. ഇങ്ങനെ ഇവരെക്കുറിച്ച് പറയാൻ കുറേ നല്ല കഥകളുണ്ട്. എന്നാൽ കഴിഞ്ഞ രാത്രി കേട്ടത് ഏറെ സങ്കടകരമായൊരു വാർത്തയാണ്. ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ സോന മരിച്ച സംഭവം നാടിനെ മുഴുവൻ നടുക്കിയിരിക്കുന്നു. പേരാമ്പ്രയിലെ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പൊള്ളലേറ്റ രജിൻ ലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. സംഭവത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. പേരാമ്പ്ര കല്ലോട് ആശുപത്രിയിൽ പോയി മടങ്ങുകയായിരുന്നു രജിൻ ലാലും ഭാര്യ സോനയും. കക്കറമുക്കിലെത്തിയപ്പോൾ കാറിൽ നിന്ന് പെട്ടെന്ന് തീയും പുകയും ഉയർന്നു. കാർ നിർത്തി രജിൻ ലാൽ പുറത്തേക്ക് ചാടിയെങ്കിലും അപ്പോഴേക്കും ദേഹത്തേക്ക് തീ പടർന്നിരുന്നു. 6 മാസം ഗർഭിണിയായ സോന ഈ സമയം കാറിന്റെ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. തീ ആളിപ്പടരുന്ന കാറിനുള്ളിൽ സോനയുണ്ടെന്ന് ഓടിയെത്തിയ നാട്ടുകാർ ആദ്യം അറിഞ്ഞില്ല. അല്പസമയത്തിനകം വലിയ ശബ്ദത്തിൽ കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് സ്ഥലത്തെത്തിയവർ പറയുന്നു. വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കാറിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാർ എല്ലാവരും ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹം പുറത്തെടുത്ത് എന്നതിന് ശേഷമാണ് ഫയർഫോഴ്സ് എല്ലാം വന്നത്. ഭർത്താവായിരുന്നു വാഹനം ഓടിച്ചത്. ഭാര്യ പിൻസീറ്റിൽ കിടന്നതുകൊണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന അത് കാണാതെ ആയത്. ഇത് ഭയങ്കര സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. അതെന്തെന്നുള്ള കാര്യം ഫോറൻസിക്കാർ കണ്ടുപിടിക്കാൻ വേണം, എങ്ങനെയാ ഇത് പൊട്ടിയെന്നുള്ളത്. ഗുരുതരമായി പൊള്ളലേറ്റ രജിൻ ലാലിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷം 1 വർഷം മുൻപാണ് രജിൻ ലാലും സോനയും വിവാഹം ചെയ്തത്. ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കെയാണ് നനയ്ക്കാത്ത നേരത്തുള്ള ദുരന്തം. സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിഭാഗം തെളിവുകൾ ശേഖരിച്ചു. കാറിന്റെ ഇന്ധന ടാങ്കിന് നാശനഷ്ടം ഉണ്ടായിട്ടില്ല. AC വാതക ചോർച്ചയില്ലെന്നും സ്ഥിരീകരിച്ചു. എഞ്ചിൻ ഭാഗത്തും തീ പടർന്നിട്ടില്ല. ടാങ്കിൽ നിന്നും പെട്രോൾ ചോരുകയും ഈ സമയം ഷോർട്ട് സർക്യൂട്ടിലൂടെ തീ പിടിക്കുകയും ചെയ്തിരിക്കാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് പരിശോധനാ ഫലം വന്നാലേ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.